വിവാദ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ ചെയ്ത് വഖഫ് നിയമ ഭേദഗതിയിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. വഖഫ് യോഗ്യതയ്ക്ക് 5 വർഷമെങ്കിലും മുസ്ലിം ആയിരിക്കണം എന്ന ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കാണ് സ്റ്റേ. സുപ്രീം കോടതി വിധിയെ ഹർജിക്കാർ സ്വാഗതം ചെയ്തു. മൗലികാവകാശം ഉറപ്പാക്കുന്ന വിധിയെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. 3 വകുപ്പുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഒരു കാരണവശാലും നമ്മൾ ചരിത്രത്തിൽ പോലും കാണാത്ത രീതിയിൽ പാർലമെന്റ് പാസ്സാക്കിയേക്കുന്ന ഒരു നിയമം അത് ഇടക്കാല ഉത്തരവിൽ കൂടെ സുപ്രീം കോടതി അതിന്റെ 3 വകുപ്പുകൾ തന്നെ സ്റ്റേ ചെയ്തിരിക്കുന്നു. മറ്റു പല വകുപ്പുകളിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാര മാർഗമായിട്ട് സുപ്രീം കോടതി പറയുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അത് പ്രാവർത്തികമാക്കാൻ പാടുള്ളൂ എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി ഏത് നിയമവും ഭേദഗതി ചെയ്യാം, എന്ത് ജനാധിപത്യ അവകാശവും അടിച്ചമർത്താം, ഓരോ ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തിൽ മുഴുവൻ ഇടപെടാൻ പറ്റും എന്നൊക്കെയുള്ള തോന്നലിന് ഒരു പരിസമാപ്തി ആവുന്ന വിധിയാണിത്. വിവിധ വിശ്വാസികൾ കഴിയുന്ന ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഫണ്ടമെൻ്റൽ റൈറ്റ് അവർക്കൊക്കെ മതേതര സ്വഭാവത്തിലുള്ള ഒരവകാശം വകവെച്ച് കിട്ടുക എന്ന മൗലികാവകാശം. എന്തായാലും കോൺഗ്രസും CPIM-ഉം വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ഈ വിഷയത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്ന സുപ്രധാന നിരീക്ഷണമാണ് ഒരു എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ മേലുള്ള തർക്കത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളത്. അത്തരത്തിൽ അത് നമ്മുടെ ഭരണഘടന, ഒപ്പം നമ്മുടെ പരമോന്നത നീതിന്യായ വ്യവസ്ഥ അത് എത്രമാത്രം കരുത്തുറ്റതാണ്, സ്ട്രോങ് ആണെന്ന് വ്യക്തമാക്കുന്ന ഒരു നിരീക്ഷണം കൂടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗികമായ സ്റ്റേ എന്നതിലപ്പുറം അത്തരം നിരീക്ഷണങ്ങളെ കൂടി ഏത് രീതിയിലാണ് വായിക്കേണ്ടത് ബൽറാം? പ്രജിൻ, നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നത് പോലും അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്നാൽ അത്തരത്തിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിലെ വ്യവസ്ഥകളിലാണ് സുപ്രീം കോടതി ഇന്ന് വിധിയിലൂടെ സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും 3 വ്യവസ്ഥകൾ, അത് ഈ ഹർജിക്കാർ വലിയ ആശങ്ക പ്രകടിപ്പിച്ച 3 വ്യവസ്ഥകളിലാണ് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ നടപടി എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥന് നൽകിയിരുന്ന അധികാരം അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സർക്കാർ ഭൂമി കൈയേറി വഖഫിലേക്ക് ചേർത്തതായി തർക്കമുണ്ടാവുകയാണെങ്കിൽ അതിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്, അത് സാധാരണ നിലയിൽ ജില്ലാ കളക്ടർ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു നിയമത്തിലെ വ്യവസ്ഥ. എന്നാൽ ആ വ്യവസ്ഥ ഒരു എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന് പൗരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ അനുവാദം നൽകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അധികാര വിഭജനത്തിന്റെ ലംഘനമാകും അത് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയത്. ഈ ഒരു നീക്കത്തിലൂടെ യഥാർത്ഥത്തിൽ ഈ ട്രൈബ്യൂണലുകളുടെ അവകാശം കൂടി പുനഃസ്ഥാപിക്കുന്ന ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടി വരും. ഒപ്പം മറ്റൊരു ആശങ്ക അറിയിച്ച വ്യവസ്ഥ എന്നുള്ളത് ഈ 5 വർഷം തുടർച്ചയായി മുസ്ലിം ആചാരം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫിലേക്ക് സ്വത്തുക്കൾ നൽകാനാകൂ എന്നുള്ളതാണ്. ഇക്കാര്യവും ഈ ഒരു വ്യവസ്ഥയും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് സംസ്ഥാനം സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് വരെയാണ് ഈ ഒരു വ്യവസ്ഥയ്ക്ക് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അതേസമയം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്നുള്ളത് വഖഫ് ബോർഡുകളിലേക്ക് അമുസ്ലിം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന വ്യവസ്ഥ അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ കേന്ദ്ര വഖഫ് കൗൺസിലിൽ 4-ൽ കൂടുതലോ ഒപ്പം തന്നെ സംസ്ഥാന ബോർഡുകളിൽ 3-ൽ കൂടുതലോ അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെയാണ് സാധ്യമാകുന്നിടത്തോളം ബോർഡിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അവർ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ഒരു പുതിയ വ്യവസ്ഥയല്ല എന്നാണ് സുപ്രീം കോടതി ഈ ഒരു ഹർജികൾ പരിഗണിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻ നിയമങ്ങളിലും അത് ഉണ്ടായിരുന്നു എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.